നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എറണാകുളം എളമക്കരയിൽ നടന്ന സംഭവം വല്ലാതെ ഞെട്ടിപ്പിക്കുന്നതും മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതുമാണ്. മകളെ കൊലപ്പെടുത്തി പിതാവ് ആത്മഹത്യ ചെയ്ത സംഭവം വല്ലാതെ നമ്മളെ വേദനിപ്പിച്ചിരുന്നു. ആ കേസിൽ വീണ്ടും നടുക്കുന്ന കണ്ടെത്തലുകളാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവിടുന്നത്. പെൺകുട്ടി 1 വർഷമായി 6 വയസ്സുള്ള പെൺകുട്ടിയാണെന്ന് ഓർക്കണം. 1 വർഷമായി പീഡനത്തിനിരയായിരുന്നതായും മരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപും പീഡിപ്പിക്കപ്പെട്ടുവെന്നുമാണ് കണ്ടെത്തൽ. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പീഡനത്തെക്കുറിച്ച് അറിയില്ലെന്നാണ് കുട്ടിയുടെ അമ്മയുടെ മൊഴി. റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്, അതനുസരിച്ച് പിന്നെ മുൻകൂട്ടി പോവാം. അതെല്ലാം ഇൻവെസ്റ്റിഗേഷനോടെ ഭാഗമായിട്ട് അത് പറ്റി പറയാൻ പറ്റില്ല. നമുക്ക് മറ്റേ പീഡിപ്പിക്കട്ടുള്ളതുണ്ട്. അതുകൊണ്ടാണ് കേസ് ആൾട്ടർ ചെയ്തിട്ട് നമുക്ക് 302 പോക്സോ കേസും അഡീഷണൽ ആയിട്ട് ആഡ് അല്ല. അത് കൃത്യമായിട്ട് നോക്കും. നമുക്ക് എവിഡൻസ് ഉണ്ട്. അതനുസരിച്ച് പോവാം. മറ്റേ അത് ഒരു ഫാമിലി, അച്ഛൻ, അമ്മ, കൊച്ചിയൊക്കെ ഒരുമിച്ച് താമസിക്കുന്ന സമയമാണ്. അതെന്തെങ്കിലും നമുക്ക് കൃത്യമായിട്ട് അത് ഒരുമിച്ചിരിക്കൂടിയ ഫാമിലിനകത്ത് നടന്നിട്ടുള്ളതാണ്. അത് പിന്നെ നമുക്ക് അന്വേഷിച്ചാലേ അറിയാൻ പറ്റും. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായി. ഇതാണ് ലഭിക്കുന്ന വിവരം. അതായത് അമ്മയ്ക്ക് ഈ പീഡന വിവരത്തെക്കുറിച്ച് അറിയില്ല. കഴിഞ്ഞ 1 വർഷമായി ഈ 6 വയസ്സുകാരിയായ കുട്ടി പീഡിപ്പിക്കപ്പെടുന്നു. മരിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് പോലും ഈ പീഡനം നടക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. അച്ഛൻ ഈ മകളെ കൊന്ന് ഈ കുഞ്ഞ് വിഷം കഴിച്ച് മരിച്ച നിലയിലും അച്ഛൻ തൂങ്ങി മരിച്ച നിലയിലുമായിരുന്നു കണ്ടത്. ഇതിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ളതാണ് ഇനി അന്വേഷിക്കേണ്ടത്. ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളും പുറത്തു വരാനുണ്ടോ എന്നുള്ളതൊക്കെയാണ് കാത്തിരുന്ന് കാണുന്നത്. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുക. ഡാനി, ഇത് ആകപ്പാടെ ഒരുപാട് അസ്വാഭാവികതകളുണ്ട് ഈ സംഭവത്തിൽ, സംശയമില്ല. നമുക്ക് ഒന്ന് വ്യക്തമാകാത്ത തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത്തരമൊരു കൊലപാതകം, ഈ മരണം തന്നെ വല്ലാതെ ഞെട്ടിപ്പിച്ച ഒന്നാണ്. ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ എന്താണ് യഥാർത്ഥം സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇനിയും കാര്യമായ അന്വേഷണം വേണ്ടിവരും. രഞ്ജിത്ത്, കാര്യമായ അന്വേഷണം തന്നെ വേണ്ടിവരും, സംശയമില്ല. കാരണം ഇതിൽ വല്ലാതെ ദുരൂഹതകൾ നിറഞ്ഞിരിക്കുന്നു. ഒരു വ്യക്തതയില്ലായ്മയിലേക്കാണ് പോകുന്നത്. ഈ ആത്മഹത്യയും അതോടൊപ്പം തന്നെ ഈ കുഞ്ഞിൻ്റെ മരണം, കുഞ്ഞിൻ്റെ കൊലപാതകവും എല്ലാം തന്നെ വരുമ്പോൾ അന്ന് ഉണ്ടായിരുന്ന ഒരു അന്വേഷണവും അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളുമെല്ലാം ഈ എന്തെങ്കിലും കുടുംബ വിഷയങ്ങൾ എന്ന രീതിയിലേക്കെല്ലാം തന്നെ പോയിരുന്നു. കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം, വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ ശേഷം പിതാവ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോഴാണ് ഇതുവരെ ഉണ്ടായിരുന്ന ഈ അന്വേഷണത്തിൻ്റെ, ഇതുവരെ ഉണ്ടായിരുന്ന ഈ നിഗമനങ്ങൾ ഇതെല്ലാം തന്നെ അപ്പാടെ തള്ളിക്കളയുന്ന രീതിയിലേക്ക് പോവുകയാണ്. കാരണം കുട്ടി 1 വർഷത്തോളമായി പീഡിപ്പിക്കപ്പെടുന്നു എന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അടക്കം പറയുന്നത്. അതുമാത്രവുമല്ല, ഈ കുട്ടി മരണപ്പെടുന്നതിന് മുൻപും പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്ന രീതിയിലേക്ക് വരുമ്പോൾ അത് എങ്ങനെയാണ് ഇത് പറഞ്ഞ് വ്യക്തമാക്കുക? കാരണം ഇതിൽ വല്ലാത്ത രീതിയിലുള്ള ദുരൂഹതകൾ നിലനിൽക്കുന്നു. അതുമാത്രവുമല്ല, കുട്ടിയുടെ അമ്മയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരറിവുമില്ല എന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവരുടെ മൊഴികളെയും പോലീസ് വിശ്വാസത്തിലെടുക്കുന്നുണ്ട്. കാരണം അവരോട് പലവട്ടം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ചപ്പോഴൊന്നും അവർക്ക് ഇതിനെക്കുറിച്ച് ഒരറിവ് പോലുമില്ല എന്ന് തന്നെയാണ് പോലീസും സമർത്ഥിക്കുന്നത്. എന്താണ് അവിടെ നടന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇനി അന്വേഷിക്കേണ്ടത്. പോലീസ് പോക്സോ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഏതായാലും ഇതിൽ വലിയ രീതിയിൽ അന്വേഷണം വേണം. കാരണം ഇതിൻ്റെ ഒരു സത്യം പുറത്തു വരണം. ഈ കുട്ടി ആരാണ് പീഡിപ്പിച്ചത്, എന്താണ് സത്യത്തിൽ അവിടെ നടന്നത്, ഈ ദിവസങ്ങളിൽ അത്രയും എന്ത് നടന്നിരുന്നു എന്നതെല്ലാം തന്നെ വ്യക്തതയിലേക്ക് വരണം. അവരൊരു കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ഈ കുട്ടിയുടെ അമ്മ, അവർ മാത്രമായിരുന്നു അവിടെ ജോലിക്ക് പോയിരുന്നത്. കഴിഞ്ഞ കുറേ നാളുകളെ അവരൊരു ഷോപ്പിംഗ് മാളിലൊരു കടയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കുട്ടിയുടെ പിതാവ്, ആത്മഹത്യ ചെയ്ത ഈ കുട്ടിയുടെ പിതാവാകട്ടെ കഴിഞ്ഞ കുറേ നാളുകളായി ജോലിക്കൊന്നും പോകാറില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഇവരുടെ വരുമാനത്തെ, ഈ കുട്ടിയുടെ അമ്മയുടെ വരുമാനത്തെ ആശ്രയിച്ച് മാത്രമാണ് ആ കുടുംബം മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാമ്പത്തിക ക്ലേശങ്ങളും കാര്യങ്ങളുമെല്ലാം ഒരു അസ്ഥിരത അവിടെ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ കുട്ടിയുടെ കൊലപാതകവും ഇയാളുടെ ആത്മഹത്യയും എല്ലാം തന്നെ നടന്നിരിക്കുന്നത്. അതിനേക്കാൾ ഭീകരമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറയുന്നത്. 6 വയസ്സുകാരി കഴിഞ്ഞ് 1 വർഷത്തോളമായി പീഡിപ്പിക്കപ്പെടുന്നു എന്നതെല്ലാം തന്നെ വരുന്നത് ഏവരിലും ഞെട്ടലുണ്ടാക്കുന്നതാണ്. കാരണം ഇത് എങ്ങനെ സംഭവിച്ചു? ഒരു കുടുംബത്തിനകത്ത് തന്നെ ഇതെല്ലാം തന്നെ സംഭവിക്കുന്നു. ആർക്കും അറിയാത്ത രീതിയിലേക്ക് പോകുന്നു. അമ്മയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു രീതിയിലുള്ള വ്യക്തതയുമില്ല എന്ന് പറയുന്നു. കഴിഞ്ഞ ജനുവരി 16 ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. അന്ന് അമ്മ പതിവ് പോലെ ജോലി കഴിഞ്ഞ്
വരുമ്പോൾ വീട്ടിൽ അമ്മയും വീട്ടിൽ ഉണ്ടായിരുന്നത് ഇയാളും ഈ ആത്മഹത്യ ചെയ്ത കുട്ടിയുടെ പിതാവും ഈ കുട്ടിയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് തിരിച്ച് വരുമ്പോഴേക്കും വീട് പൂട്ടിയിരുന്നു. കുറേ നേരവും അവർ ഫോണിൽ ബന്ധപ്പെട്ടിട്ടൊന്നും വീട് തുറക്കാത്ത അവസ്ഥയിലായിരുന്നു. പിന്നീട് ആ രാത്രി ഏതാണ്ട് ഇവർ രണ്ടുപേരെയും കാത്തിരിക്കുന്നു എന്ന രീതിയിൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഇത് പന്തിയല്ല എന്ന് തോന്നുമ്പോൾ അവരുടെ ബന്ധുവിനെ അവിടേക്ക് വിളിച്ചു വരുത്തുകയും ഇയാൾ ബലം പ്രയോഗിച്ച് കതക് തുറന്ന് അകത്ത് കയറുമ്പോഴാണ് ഇങ്ങനെ രംഗം കാണുന്നത്. അയാൾ തൂങ്ങി മരിച്ചിരിക്കുന്നു, കുട്ടി കട്ടിലിൽ കിടക്കുന്നു, ജീവനില്ല എന്നപ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുന്നു. പോലീസിനെ അറിയിക്കുകയും ചെയ്യുന്നു. തുടർന്ന് പോസ്റ്റ്മോർട്ടവും എല്ലാം തന്നെ കഴിയുകയും ചെയ്തു. ആദ്യഘട്ട ഒരു നിഗമനം എന്ന് പറയുന്നത് ഈ കുടുംബ പ്രശ്നങ്ങളോ പ്രാരാബ്ദങ്ങളോ ആ രീതിയിലുള്ളൊരു നിഗമനമായിരുന്നു. അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളും എല്ലാം തന്നെ അലട്ടിയിരുന്ന അങ്ങനെയായിരുന്നു പൊതുവിലുണ്ടായിരുന്ന ഒരു പറച്ചിലെന്ന് പറയുന്നത്. പിന്നീട് ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോഴാണ് ആളുകളും ഇതിനെക്കുറിച്ച് മനസ്സിലാകുന്നത്, കുടുംബത്തിലുള്ളവർ തന്നെ ഇത് മനസ്സിലാകുന്നത്. ഇതിന് വ്യക്തത വരേണ്ടതുണ്ട്. പോലീസ് സമഗ്രമായ രീതിയിൽ തന്നെ ഒരു അന്വേഷണത്തിലേക്ക് പോവുകയാണ്. ഈ കുടുംബത്തെയും, അതായത് ഇപ്പോൾ അവശേഷിക്കുന്ന അമ്മ, അതോടൊപ്പം തന്നെ ഇവരുടെ ബന്ധുക്കൾ, ഇവരെല്ലാവരെയും ചേർന്ന് നിന്നുകൊണ്ട് അന്വേഷണത്തിലേക്ക് പോകണം. ഏതെങ്കിലും രീതിയിൽ ഇയാളുടേതടക്കമുള്ള മൊബൈൽ ഫോണുകളൊക്കെ ഉണ്ട്, അതെല്ലാം തന്നെ വിശദമായ പരിശോധനയിലേക്ക് പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആരെ സംശയിക്കണം എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ട്. ഇത് എന്താണ്, എവിടെയാണ് ഇത് തുടങ്ങേണ്ടത്? എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനുള്ള വലിയ ശ്രമങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. അതാണ് ഈ ഡാനി ഈ പറഞ്ഞതുപോലെ അമ്മയും അച്ഛനും ഈ കുഞ്ഞും മാത്രമാണ് നമ്മുടെ അറിവനുസരിച്ച് ഈ വീട്ടിലുണ്ടായിരുന്നത്. ഈ സംഭവ സമയത്ത് അമ്മയുണ്ടായിരുന്നില്ല. അമ്മ ഷോപ്പിംഗ് മാളിൽ ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. രാത്രി വൈകിട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ ഇവർ അകത്തുനിന്ന് കതക് പൂട്ടിയ നിലയിലാണ്. അതിനുശേഷം തിരിച്ച് ബന്ധുവീട്ടിൽ പോകുന്നു. തിരിച്ച് വീണ്ടും ഈ കുട്ടിയെയും അച്ഛനെയും കാണാതായപ്പോൾ വന്ന് തുറന്നു നോക്കുമ്പോഴാണ് മരിച്ച നിലയിൽ കാണുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒന്നുകിൽ ആരെങ്കിലും അവിടെ ഈ പറഞ്ഞ അമ്മ അവിടെ ഇല്ലാത്ത സമയത്ത് ആരെങ്കിലും വരിക, അല്ലെങ്കിൽ മറ്റാരുടെയും സാന്നിധ്യം സ്ഥിരീകരിക്കാത്ത പശ്ചാത്തലം കൂടി ഉണ്ടല്ലോ. അതൊരു പ്രശ്നമാണ്. ഈ 3 പേർ മാത്രം താമസിക്കുന്നൊരു വീട്ടിൽ പുറത്തുനിന്ന് ഒരാൾ വന്ന് കുട്ടിയെ ഇത്തരത്തിൽ പീഡിപ്പിക്കണം, അല്ലെങ്കിൽ ഇതിനെ അത്തരത്തിൽ അതിനോട് പെരുമാറണം. അച്ഛനാണെങ്കിൽ ദീർഘകാലമായി ജോലിയില്ലാത്ത മാനസിക പ്രയാസവും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ദുരൂഹതകൾ ബാക്കിയുണ്ട്. ആ രീതിയിൽ തന്നെയാണ്. കാരണം ഇത് കേസ് വിലയിരുത്തുമ്പോൾ പോലീസിന് തന്നെയും ഒരു വ്യക്തതയിലേക്ക് ഇതുവരെയും എത്താനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം ഈ വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് ആരെങ്കിലും ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ടോ, അത് ആ സമയത്ത് ഉള്ള കാര്യം, അതുമാത്രമല്ല ആ സമയത്തെ കാര്യം മാത്രം പരിഗണിച്ചാൽ പോലല്ലോ രഞ്ജിത്ത്. കാരണം ഇത് കുട്ടി കുറേ നാളുകളായിട്ട് പീഡിപ്പിക്കപ്പെടുന്നു എന്നതെല്ലാം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറേ നാളത്തെ ഒരു ഹിസ്റ്ററി എല്ലാം തന്നെ എടുത്ത് പരിശോധിക്കേണ്ടി വരും. ഇവർ എത്ര നാളെ ആ വീട്ടിലേക്ക് വന്നിട്ട്, കഴിഞ്ഞ കുറച്ച് നാളുകളായി അവരവിടെയാണ് വാടകയ്ക്ക് താമസിക്കുന്നത്, എളമക്കരയിൽ ആ ഭാഗത്ത് താമസിക്കുന്നത്. ഇതിന് മുൻപ് എവിടെയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. അവരൊരു കുടുംബ പശ്ചാത്തലം, വീട്ടിൽ പതിവായി വന്നു പോകുന്നവരുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളോ മറ്റാരെങ്കിലോ. അതുമാത്രമല്ല, ഈ ആത്മഹത്യ ചെയ്യാനുള്ള കാരണങ്ങൾ അത് കുറേ കൂടി സ്പഷ്ടമാകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അത് ഒരുപക്ഷെ ഇതിലേക്കുള്ള ഒരു താക്കോലായിരിക്കാം. ആ കാരണങ്ങളും എന്താണ് എന്നത് സംബന്ധിയായ കാരണങ്ങൾ അതെല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ കൂടുതൽ വ്യക്തത ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരേണ്ടതുണ്ട്. പോലീസ് ഇപ്പോൾ ആരുടെയും പേരോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഒരു ലീഡിലേക്കും പോലീസ് പറയുന്നില്ല. കാരണം ഇതൊരു പോക്സോ കേസാണ്, ഒരു കുട്ടിയുടെ ബന്ധപ്പെട്ടത്. അപ്പോൾ ഇതിൽ പിതാവും കുട്ടിയും മരണപ്പെട്ടിരിക്കുന്നു. ഇനി അവശേഷിക്കുന്നവരിൽ കൃത്യമായ രീതിയിലുള്ളൊരു അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇത് പുറത്തു വരികയുള്ളൂ. അതിനുള്ള ഒരു സാധ്യതയും സാഹചര്യവുമാണ് പോലീസ് ഒരുക്കുന്നത്. ആ രീതിയിലുള്ളൊരു അന്വേഷണവും പുരോഗമിക്കുകയാണ്. ഇനി അമ്മ മാത്രമാണല്ലോ ഡാനി, അമ്മ മാത്രമാണ് ഈ പറഞ്ഞതുപോലെ ഈ വീട്ടിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾ. ഈ അമ്മയ്ക്കാണെങ്കിൽ ഈ പീഡനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആ തരത്തിൽ എന്തെങ്കിലും ഒരു വർഷമായി നടക്കുന്നു എന്ന് പറഞ്ഞിട്ടും അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. കുട്ടിയുടെ എന്തെങ്കിലും അസ്വാഭാവിക പെരുമാറ്റങ്ങളോ അല്ലെങ്കിൽ പീഡനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ആദ്യം അറിയേണ്ട ഒരാൾ അമ്മ കൂടിയാണ്. ആ അമ്മയ്ക്ക് പക്ഷേ ധാരണയില്ല എന്ന് വരുമ്പോൾ അന്വേഷണത്തെ വഴിമുട്ടിക്കുന്ന ഒന്നാണ്. പിതാവ് ജീവിച്ചിരിപ്പില്ല, കുട്ടി, ഇനി ആരുടെ പേര് പറയാൻ കുട്ടിയില്ല, കുട്ടിയെ മരിച്ചു, ഇനി അമ്മ മാത്രമാണ്. ആ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രമാകും ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കിട്ടുക. അമ്മ ഇതിൽ എന്ത് പറയുന്നു, അല്ലെങ്കിൽ അമ്മയ്ക്ക് കൂടുതലായി ഇതുമായി ബന്ധപ്പെട്ട് അറിയാം എന്നതാണ് ഇതിൽ
അന്വേഷിക്കേണ്ടത്. പോലീസ് നിലവിൽ പറയുന്നത് അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അറിയില്ല, അവർ പറയുന്ന മൊഴികൾ വിശ്വാസത്തിലെടുക്കാവുന്നതാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഒരുപക്ഷെ ഈ അന്വേഷണത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ പോലീസ് പറയാതിരിക്കുന്നതും ആവാം. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വ്യക്തത വരണം. പോലീസ് വീണ്ടും അവരുടെ മൊഴിയെല്ലാം തന്നെ എടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ മൊബൈൽ ഫോണുകളടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ആയിരിക്കും മുന്നോട്ട് പോവുക. കുറച്ചുകൂടി ശാസ്ത്രീയമായ തെളിവുകളും ഇതിൻ്റെ ഭാഗത്തു നിന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം ഈ ഭാഗത്ത് CCTV ദൃശ്യങ്ങൾ, അതിൽ പതിവില്ലാതെ ആരെങ്കിലും വന്നിട്ടുണ്ടോ പോയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം ചില നിഗമനങ്ങളിലേക്ക് പോലീസ് എത്തണമെങ്കിൽ മറ്റാരും അവിടേക്ക് വന്നിട്ടില്ല. അത്തരം കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതെല്ലാം പരിശോധിച്ച് വരുന്ന ഇയാളുടെ സുഹൃത്തുക്കൾ അത്തരം വിവരങ്ങൾ കൂടുതലായിട്ട് എടുക്കുന്നു. മാത്രവുമല്ല, ഇയാൾ കഴിഞ്ഞ് കുറേയധികം നാളുകളായിട്ട് ജോലിക്ക് പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു കാരണത്തിലേക്ക് കൂടി അന്വേഷിക്കുന്നുണ്ട്. എവിടെയായിരുന്നു ജോലിയെന്നും എങ്ങനെ അവിടുത്തെ ഒരു സാഹചര്യങ്ങൾ എന്തായിരുന്നു എന്നതെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. നിലവിൽ ഒരു അമ്മയ്ക്ക് കൂടി ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന ഒരു രീതിയിലേക്ക് വരുമ്പോൾ അന്വേഷണത്തിൽ ഒരു വഴിയടഞ്ഞ സാഹചര്യം തീർച്ചയായും തന്നെ മുന്നിലുണ്ട്. പക്ഷേ അത് പോരാ. ഇതിൽ ഒരു കുട്ടിക്ക് നേരെ നടന്നിരിക്കുന്ന ഗുരുതരമായൊരു കുറ്റമാണ്. സത്യം പുറത്തു വരേണ്ടതുണ്ട്. ആരാണ്, എന്താണ് ഈ ഒരു ഇതിന് ഉത്തരവാദി, ഏത് നരാധവൻ ഇതിന് ഉത്തരവാദിയാണ് എന്നതെല്ലാം തന്നെ കൃത്യമായി അറിയേണ്ടതുണ്ട്. അതിൽ നിലവിലെ ഒരു സാഹചര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് മാത്രമായിരിക്കും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. ആരെങ്കിലും അവിടേക്ക് വന്നിട്ടുണ്ടോ, വരാറുണ്ടോ എന്നത് പരിശോധിക്കണം. അത് ആരുമില്ലായിരുന്നോ എന്നതെല്ലാം തന്നെ പോലീസിൻ്റെ പരിശോധനയിലേക്ക് വരുന്നുണ്ട്. ശരി, ഡാനി വിവരങ്ങൾ പങ്കുവച്ചു. മറ്റു വാർത്ത, മാനസിക വെല്ലുവിളി നേരിടുന്ന കോഴിക്കോട് സ്വദേശിയായ 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ മുൻ SIയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ മമ്പാട് കാരച്ചാൽ സ്വദേശി ഫിലിപ്പ് മമ്പാട് റിമാൻഡിൽ. പെൺകുട്ടി കോഴിക്കോട് ചേവായൂർ പോലീസിൽ നൽകിയ പരാതിയിലാണ് നിലമ്പൂർ ഇൻസ്പെക്ടർ BS ബിനുവിന്റെ നേതൃത്വത്തിൽ ഇന്നലെ പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. CV അനുമോദ് വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, ഒരുപാട് കാര്യങ്ങൾ വ്യക്തമാകാനുള്ള ഒരു കേസ് കൂടിയാണ് ഇത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആള് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. നമുക്കറിയാം, ഇയാളുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരാൾ, മറ്റ് ഈ പറഞ്ഞ നേരത്തെ അത്തരം പ്രശ്നങ്ങളും പുറത്ത് തോന്നിക്കാതിരുന്ന ഒരാൾ വളരെ പെട്ടെന്ന് ഇത്തരം ഒരു കേസിൽ അറസ്റ്റിലാകുക, ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോവുക, അല്ലെങ്കിൽ ഒരു പരാതി വരിക എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്കൊന്ന് കുറച്ച് വ്യാപകമായ കാര്യമായ തരത്തിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും തെളിവുകൾ ശേഖരിക്കുകയൊക്കെ വേണ്ടിവരും. ഇപ്പോൾ എന്താണ് പോലീസിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട നടപടി? രഞ്ജിത്ത്, ഇന്നലെയാണ് ഫിലിപ്പ് മമ്പാടിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. നിലവിൽ അദ്ദേഹം ജയിലിലാണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ നിലമ്പൂർ CI പറയുന്നത് പഴുതടച്ചുള്ള അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. ഒരു തരത്തിലും ഇതിൽ മറ്റ് ഉന്നയിക്കപ്പെടുന്ന ആക്ഷേപങ്ങൾക്ക് അടിസ്ഥാനമുള്ളതായിട്ട് പറയാൻ കഴിയില്ല. കൃത്യമായ തെളിവുകളുടെയും അതുപോലെ തന്നെ പരാതിയുടെയും അടിസ്ഥാനത്തിലാണ് ഈ ഒരു നടപടിയുമായി പോലീസ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു പരാതി ലഭിച്ച് അത് പലവട്ടം അന്വേഷിച്ചതിന് ശേഷമാണ് നടപടിയിലേക്ക് കടന്നിട്ടുള്ളതെന്ന് തന്നെ പോലീസ് പറയുന്നു. പക്ഷേ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആരാധകരായിട്ടുള്ള, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരായിട്ടുള്ളവരുടെ വലിയ ആക്ഷേപം ഇത് അദ്ദേഹത്തെ കുടുക്കിയതാണ് എന്നുള്ള തരത്തിലൊക്കെ തന്നെയാണ്. പക്ഷെ അങ്ങനെയൊന്നും ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. ഒന്നാമത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ നടപടികളാണ് എടുത്തിരിക്കുന്നതെന്ന് അന്വേഷണ സംഘം അവകാശപ്പെടുന്നുണ്ട്. രണ്ടാമതായിട്ട് ഇതൊരു പോക്സോ കേസായതുകൊണ്ട് തന്നെ ഇതിലെ പല കാര്യങ്ങളും നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കില്ല. പ്രത്യേകിച്ച് ആ ഇരയുടെ ഒരു ഐഡൻറ്റിറ്റി അത് കൃത്യമായിട്ടും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. പരാതിയുടെ വിശദാംശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. FIR റിമാൻഡ് റിപ്പോർട്ടും രണ്ടും പോലീസ് പുറത്തുവിടുന്ന സാഹചര്യമല്ല പോക്സോ കേസായതുകൊണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമായ വിവരം കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈയൊരു കുട്ടിയെ കൗൺസിലിങ്ങിനായിട്ട് ഫിലിപ്പ് മമ്പാടിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നതാണ് രക്ഷിതാക്കൾ. അവരുടെ അനുവാദമില്ലാതെ സെപ്റ്റംബറിൽ ഈ കുട്ടിയെ കാഞ്ഞങ്ങാട് കൊണ്ടുപോയി ഇത്തരത്തിൽ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്തു അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്നാണ് പരാതി. ഈ കുട്ടി ഇത് കൗൺസിലിങ്ങിനിടെയാണ്, സ്കൂളിൽ വെച്ച് നടന്ന കൗൺസിലിങ്ങിനിടെയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞതും. തുടർന്ന് ചൈൽഡ് ലൈനാണ് ഇക്കാര്യത്തിൽ പരാതിയുമായിട്ട് അല്ലെങ്കിൽ പോലീസിനെ വിവരം അറിയിക്കുകയും തുടർന്ന് പരാതി രേഖപ്പെടുത്തി മറ്റു നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്.
ഫിലിപ്പ് മമ്പാട് ഇത്തരത്തിൽ യാത്ര ചെയ്തു എന്ന കാര്യം സമ്മതിച്ചു എന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്ന ഒരു കാര്യം. പക്ഷേ മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹം നിഷേധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു പരാതിയുമായി വന്നപ്പോൾ അദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമം നടത്തുന്നതിനിടെയാണ് പിടികൂടിയത് എന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു സൂചനയുണ്ട്. നമ്മൾ സ്ഥിരീകരിച്ചിരുന്നില്ല, പക്ഷേ അങ്ങനെ ഒരു വിവരവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല കേസെടുത്താൽ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമാകുമെന്നും അത്തരത്തിലൊരു ഭീഷണി അദ്ദേഹം മുഴക്കിയതായിട്ടും പോലീസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇത്തരത്തിലുള്ളൊരു കാര്യവും പറയുന്നുണ്ട്. എന്നാൽ തന്നെയും നിലവിൽ ഈ സംഭവത്തിൽ പോലീസ് ലഭ്യമായ പരാതിക്കനുസരിച്ചുള്ള നടപടികൾ തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ ഇനി കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുമോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. പക്ഷേ പോക്സോ കേസായതുകൊണ്ട് തന്നെ പോക്സോയും അതുപോലെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ, സംരക്ഷണ ചുമതലയുള്ള വ്യക്തി പീഡിപ്പിച്ചു തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത് എന്നതുകൊണ്ടും ജാമ്യം അത്ര എളുപ്പത്തിൽ കിട്ടാൻ സാധ്യതയില്ല എന്ന സൂചന തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. രഞ്ജിത്ത്, ഈ പെൺകുട്ടി നേരത്തെ കൗൺസിലിങ്ങിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഈ കേസിനാസ്പദമായത്. ഇയാൾക്കെതിരെ ഇപ്പോൾ ഈ ഒരു കേസ് മാത്രമാണോ ഉള്ളത്? ഒരുപാട് ആരാധകരുള്ള ഒരാൾ കൂടിയാണ് ഫിലിപ്പ് മമ്പാട്. നമുക്കറിയാം, പല മോട്ടിവേഷൻ ക്ലാസ്സുകളുടെയും ഒക്കെ പ്രധാനി കൂടിയാണ്. ഇങ്ങനൊരു വാർത്ത പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും ആ മേഖലയിലൊക്കെ ഒരു അമ്പരപ്പുണ്ടാകും. മറ്റൊന്ന്, ഈ പരാതിയിൽ മാത്രം ഒതുങ്ങുമെന്നാണോ? പോലീസ് മറ്റെന്തെങ്കിലും തലങ്ങളിലേക്ക് അന്വേഷണം കൊണ്ടുപോകുന്നുണ്ടോ അനുമോദ്? നിലവിൽ ഈ പരാതി മാത്രമാണ് പോലീസ് അന്വേഷിക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ള തരത്തിലേക്കുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിട്ടില്ല. കാരണം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് തന്നെ വേണം കാണുവാൻ എന്ന തരത്തിൽ തന്നെയാണ്. കാരണം മറ്റേതെങ്കിലും സംഭവങ്ങളുടെ ബാക്കിയായിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും സമാനമായുള്ള പരാതിയുമായി മുന്നോട്ട് വരികയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന സാഹചര്യത്തിൽ നിലവിലുള്ള ഈ കേസ് മാത്രമാണ് പോലീസ് അന്വേഷിക്കുന്നത്. പക്ഷേ ഇവിടെ രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു അവിശ്വസനീയമായിട്ട് തോന്നുന്നു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉണ്ടാകുന്നത്. കാരണം അത്രമാത്രം ഒരു ജനങ്ങളെ സ്വാധീനിച്ച ലഹരിക്കെതിരായ പോരാട്ടത്തിൽ മുമ്പിൽ നിന്ന മോട്ടിവേഷൻ ക്ലാസ്സുകളും അതുപോലെ ലഹരിക്കെതിരായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ നടത്തിയിരുന്ന സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ എപ്പോഴും ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞ സാന്നിധ്യമായിട്ട്, ഒരു മോട്ടിവേഷൻ നിറഞ്ഞ സാന്നിധ്യമായിട്ടാണ് ഫിലിപ്പ് മമ്പാടിനെ നമ്മൾ കണ്ടിരുന്നത്. അത്തരത്തിലൊരു വ്യക്തിയിൽ നിന്നും ഇങ്ങനെ ഒരു നടപടി ഉണ്ടാകുമെന്ന് ആർക്കും വിശ്വസിക്കാനാകില്ല എന്ന തരത്തിൽ തന്നെയാണ് പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തിൽ. മാത്രമല്ല ലഹരിക്കെതിരായ പോരാട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ നിൽക്കുന്ന ലഹരി മാഫിയക്കാർ ഇതാണോ ഇത് ചെയ്തത് എന്നുവരെ ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നത് കൃത്യമായ നടപടിയായി മുന്നോട്ട് പോകുന്നു. പരാതിക്കാരിയുടെ മൊഴിയാണ് ഇതിൽ പ്രധാനം, പരാതിയാണ് പ്രധാനം. അതുകൊണ്ട് ശക്തമായ നടപടികളായി മുന്നോട്ട് പോകുമെന്ന് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ ഉറപ്പ് പറയുന്നു. രഞ്ജിത്ത്, ഈ ഫിലിപ്പ് മമ്പാട് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. ഇയാൾ ആത്മഹത്യാ ഭീഷണിയൊക്കെ മുഴക്കിയ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഇയാളുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കൂടുതൽ ശ്രദ്ധ വേണം ഇയാളിൽ എന്നുള്ളതും പ്രധാനമാണല്ലോ. അത്തരത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കൂടി പോലീസ് കടക്കുക, മറ്റ് നിയമ നടപടികളിലേക്ക് പോവുക, അങ്ങനെയുള്ള നടപടിക്രമങ്ങളും ഉണ്ടല്ലോ. നിലവിൽ ഇയാൾ റിമാൻഡിലാണ് രഞ്ജിത്ത്. കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയ ഫിലിപ്പ് മമ്പാടിനെ 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് വ്യക്തമായിട്ടില്ല. ഒരുപക്ഷെ സാധാരണഗതിയിൽ പോക്സോ കേസ് ആയതുകൊണ്ട് തന്നെ മറ്റ് കേസുകൾ ഉണ്ടാകുന്ന പോലത്തെ പ്രൊസീജിയർ ഒരുപക്ഷെ നടപടിക്രമങ്ങൾ ഉണ്ടാകില്ല എന്ന സൂചനയും പോലീസ് തരുന്നുണ്ട്. കാരണം മൊഴിയെടുക്കലാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. ആ പെൺകുട്ടിയുടെ മൊഴിയിൽ തന്നെ എല്ലാം കൃത്യമായിട്ടുണ്ടെങ്കിൽ അത് വേറെ പരിശോധനകൾക്ക് അല്ലെങ്കിൽ മറ്റ് നടപടികൾക്ക് ആവശ്യമുണ്ടാകില്ല എന്നാണ് പറയുന്നത്. എന്നാണെങ്കിലും ഇത് സംബന്ധിച്ച് ചോദ്യം ചെയ്യലിന് വേണ്ടി ഇദ്ദേഹത്തെ എന്ന് കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് വ്യക്തമായിട്ടില്ല. ഒരുപക്ഷെ തിങ്കളാഴ്ചയായിരിക്കാം അതിൻ്റെ നടപടിക്രമങ്ങളുമായി പോവുക എന്നാണ് അറിയാനാകുന്നത്. ഇപ്പോൾ അദ്ദേഹം ജയിലിൽ തന്നെയാണ് ഉള്ളത്. ഇനി തിങ്കളാഴ്ച ഈ കേസ് പരിഗണിക്കുമ്പോൾ ഒരുപക്ഷെ ജാമ്യാപേക്ഷയുമായിട്ട് അദ്ദേഹം ജാമ്യാപേക്ഷയുമായി കോടതി സമീപിക്കുമോ എന്നുള്ളതും നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതാണ്. രഞ്ജിത്ത്, ശരി. CV അനുമോദ് വിവരങ്ങൾ പങ്കുവച്ചു. തിരുവനന്തപുരം ശ്രീവരാഹത്ത് വൃദ്ധയെ വീട്ടിനുള്ളിൽ ആക്രമിച്ച് 10 ലക്ഷം രൂപയുടെ സ്വർണം കൊള്ളയടിച്ചു. ഇന്ന് രാവിലെയാണ് ഈ സംഭവം പുറം ലോകം അറിയുന്നത്. മുക്കോലക്കൽ ക്ഷേത്രത്തിന് സമീപത്തെ ശിവം അപ്പാർട്ട്മെന്റിൽ ഇന്നലെ രാവിലെ 10:30 ആയിരുന്നു കവർച്ച. 65 വയസ്സുള്ള ചന്ദ്രയെയാണ് നഗരസഭാ ജീവനക്കാരെന്ന വ്യാജേന എത്തിയ ഒരു സ്ത്രീ ഉൾപ്പെടെയുള്ള 4 അംഗ സംഘം കൊള്ളയടിച്ചത്. ആക്രമണത്തിന്റെ ആഘാതത്തിലാണ് അമ്മയെന്ന് മകൻ വിഷ്ണു ന്യൂസ് 18നോട് പറഞ്ഞു.
തന്നെയാണെന്നാണ് ഏകദേശം അവർ പറഞ്ഞത്, കോർപ്പറേഷൻ്റെ ഇതാണ്. അപ്പോൾ ജസ്റ്റ് തുറന്നിട്ട് നിങ്ങൾ ഈ വേസ്റ്റ് ഒക്കെ എവിടെ കളയണ രീതിയിലാണ് സംസാരിച്ചത്. അപ്പം പ്രായമുള്ള ആളുകളാണോ അങ്ങനെ എന്തെങ്കിലും? അല്ല, ഈ ആദ്യം വന്ന് തട്ടിയവർ ഏകദേശം ഒരു 40-50 ഇടയിൽ ഉള്ള രീതിയിലാണ് അമ്മ പുരുഷനും സ്ത്രീയും. അപ്പോൾ ആള് ഈ സ്ത്രീയാണ് സംസാരിച്ചതാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ അമ്മയോട് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ഞങ്ങൾ വാടകയ്ക്കുള്ളവരാണ്, ഇവിടെ നമുക്ക് വലിയ ബന്ധമില്ല, ഇവിടെ ആയിട്ട് നമുക്കൊരു ഇതില്ല, അപ്പോൾ നമ്മൾ ഓണറിൻ്റെ നമ്പർ തരാൻ പറഞ്ഞപ്പോൾ അതേമാതിരി അമ്മ വാതിൽ തിരിച്ചും കുറ്റിയിട്ടിട്ട് മൊബൈൽ എടുത്തിട്ട് ഓണറിൻ്റെ നമ്പർ കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് ചെറുതായിട്ട് തുറന്നിട്ടുള്ളൂ. അപ്പോഴും ഫുള്ളായിട്ടൊന്നും തുറന്നിട്ടില്ല വാതിൽ, ചെറുതായിട്ട് തുറന്നപ്പോൾ ഒരു 9 എന്തോ സ്റ്റാർട്ടിംഗ് ആണ് നമ്പർ മൊബൈലിൽ. അത് പറഞ്ഞ് തുടങ്ങുമ്പോഴാണ് ഈ സ്ത്രീയെയും പുരുഷനെയും തട്ടി മാറ്റി ബാക്കിൽ നിന്ന് 2 പേര് കയറി. അതായത് എല്ലാവരും ഒരുമിച്ചാണോ എനിക്ക്, അപ്പോൾ ഇവരും ഒന്നും അതിൽ റിയാക്ട് ചെയ്യണില്ല. അവർ സുഖമായിട്ട് അവർ ബാക്കിൽ നിന്ന് 2 പേര് കയറി ഉള്ളിൽ കയറി അമ്മയുടെ ഈ ചെറുതായിട്ട് തുറന്നിരുന്ന വാതിൽ ഫുള്ളായിട്ട് തള്ളി അകത്ത് കയറി. വള കുറച്ച് ടൈറ്റ് ആയിരുന്നു അമ്മയുടെ കയ്യിൽ. അപ്പോൾ വളയൊക്കെ അത് ഊരാൻ വേണ്ടി ആ 2 പേര് നന്നായിട്ട് ബലം പ്രയോഗിച്ചിട്ടുണ്ട്. അതേമാതിരി ഇവിടെയും അടിച്ച് ഇവിടെയും ഇങ്ങനെ അടിച്ചിട്ട് മാലയും ഊരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മാല ഇങ്ങനെ വലിച്ചൂരി എന്നാണ് അമ്മ പറയണത്. അമ്മയ്ക്ക് അത്രയ്ക്കും ആ ഷോക്കെന്ന് അറിയാലോ. വലിച്ചൂരി ബലമായിട്ട് തട്ടി ഇവിടെ അടുത്ത് ബെഡ്റൂമുണ്ട്, ആ ബെഡ്റൂമിൽ തട്ടിയിട്ടിട്ട് അവർ പോവാണ് ചെയ്തത്. അപ്പം അമ്മ ഒച്ചമകളൊക്കെ ഉണ്ടാക്കി, ഭയങ്കരമായിട്ട് ഒച്ചമകളൊക്കെ ഉണ്ട്. തൊട്ടടുത്ത് ഈ ഫ്ലാറ്റിലൊന്നും ആളില്ലായിരുന്നു, ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ വരുമ്പോഴേക്കും അവർ പോയി കഴിഞ്ഞു. എന്നിട്ട് ഇവിടുത്തെ ആൾ തന്നെയാണ് എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ജോലിക്ക് പോയിരിക്കുകയായിരുന്നല്ലോ. അപ്പം തന്നെ അവർ അതാണ് സാഹചര്യം. ഏതായാലും തിരുവനന്തപുരത്തെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമായി അത് മാറുകയാണ്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വി അരുൺ ഏറ്റവും പുതിയ വിവരമായി ചേരുന്നു. അരുണ്, നഗരസഭാ ജീവനക്കാരെന്ന വ്യാജേന വീട്ടിൽ കയറുന്നു, ഈ കൊള്ളയടിക്കുന്നു. ഇത് നമ്മൾ നടക്കുന്ന സംഭവമാണ്, നമ്മുടെ ടൗണിൽ നടക്കുന്ന സംഭവമാണ്. അത്രത്തോളം ഗൗരവമായി അതിനെ കാണുകയും വേണം. CCTVകളൊക്കെ ഉള്ള ഒരു സമയത്ത് ഇത്തരം മോഷണങ്ങളെ കുറവായിരിക്കുമെന്ന് നമ്മൾ വിചാരിച്ച ഇപ്പോൾ കൂടിയാണ് ഇങ്ങനെ സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്താണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ അന്വേഷണ വഴി? പ്രായമായവർ മാത്രം ഉള്ള വീടുകൾ അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രമുള്ള വീടുകളിലുള്ളവരെ വലിയ ആശങ്കയിലാക്കുന്ന സംഭവമാണ് ഇന്നലെ തിരുവനന്തപുരത്തുണ്ടായത്. ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഏറിയാൽ 2 കിലോമീറ്റർ മാത്രം അകലെയുള്ള സ്ഥലമാണ് ഈ മുക്കോലയ്ക്കൽ. അവിടെയാണ്, അതും വലിയൊരു ജനവാസ മേഖല, നിരവധി വീടുകൾ സ്ഥാപനങ്ങളും ഒക്കെയുള്ള ഒരു മേഖലയാണ് അവിടെയാണ് ഇന്നലെ രാവിലെ 10:30 4 അംഗ സംഘം, ആദ്യം 2 പേർ അവിടെ എത്തുന്നു. നഗരസഭയിൽ നിന്നാണ്. നിങ്ങളെങ്ങനെയാണ് ഈ മാലിന്യം നീക്കം ചെയ്യുന്ന, വീട്ടിലെ മാലിന്യങ്ങൾ എവിടെയാണ് കളയുന്ന കാര്യം ഒരു സ്ത്രീയും ഒരു പുരുഷനും വന്ന് ചോദിക്കുന്നു. തൊട്ടു പിന്നാലെ ഒരു ഫോൺ നമ്പർ എടുക്കാൻ ഈ അമ്മ അകത്ത് പോയി തിരികെ വരുമ്പോൾ 2 പേർ കൂടി എത്തി അവിടെ തള്ളിക്കയറി അവരെ മർദ്ദിച്ച് അവരുടെ മാലയും വളയും ഒക്കെ ഊരിയെടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അവർക്ക് നിലവിളിക്കാൻ പോലും ഒരു പക്ഷേ സമയം കിട്ടിക്കാണില്ല. അത്ര ഭയത്തിൽ അവർ ഭയമുണ്ടായി കാണാം അവർക്ക്. തൊട്ടടുത്ത് തന്നെ അതിനോട് ചേർന്ന ഈ അപ്പാർട്ട്മെൻറ്റ് തൊട്ടടുത്ത് തന്നെ മറ്റൊരു അപ്പാർട്ട്മെൻറ്റ്, അവിടെ ആളുകളുണ്ടായിരുന്നു. താഴത്തെ നിലകളിലും ആളുകളുണ്ടായിരുന്നു. പുറത്ത് ആൾ സഞ്ചാരമുള്ള വഴിയാണ്. പക്ഷേ ആ ഒരു സ്ഥലത്ത് തന്നെ ഇത്തരത്തിലുള്ളൊരു വലിയ കൊള്ള നടന്നിരിക്കുന്നു. ഇത് പെട്ടെന്ന് 2-3 പേർ വന്ന് കൊള്ളയടിച്ചതല്ല, പക്ഷേ കൃത്യമായി നിരീക്ഷിച്ച് വീട്ടിൽ അമ്മ മാത്രമേ 10 മണിക്ക് ശേഷം ഉണ്ടാവുകയുള്ളൂ. മകൻ ജോലിക്ക് പോകുന്നുണ്ട്. 10 മണിക്ക് ശേഷം അവർ മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ തിരിച്ചറിഞ്ഞ് ചൊവ്വാഴ്ച ഇതേ വീട്ടിൽ 2 പേർ വന്ന് ആ ഭാഗത്ത് വന്നിരുന്നു. ആളെ കണ്ടെത്തിയിരുന്നു. അതിനുശേഷമാണ് കൊള്ളയടിക്കാനായി ഇന്നലെ എത്തിയത്. ഏതായാലും പോലീസ് അന്വേഷണം തുടരുകയാണ്. ഈ വീട്ടിൽ, ഈ അപ്പാർട്ട്മെൻറ്റിൽ CCTV ഇല്ല. നമുക്കറിയാം, ചുറ്റും CCTV ഉണ്ടെങ്കിൽ പോലും ഈ അപ്പാർട്ട്മെൻറ്റിൽ CCTV ഇല്ല. പക്ഷേ ആ വഴികളിലും ക്ഷേത്രത്തിൻ്റെ ഭാഗത്തുമൊക്കെ CCTVകളുണ്ട്. പോലീസ് അത് ശേഖരിക്കുന്നുണ്ട്. പ്രതികളിലേക്ക് എത്തി ഒരാൾ രാവിലെ തന്നെ കസ്റ്റഡി ഉണ്ടെന്ന സൂചനകളുണ്ട്. പക്ഷേ പോലീസ് സ്ഥിരീകരിക്കുന്നില്ല. ഏതായാലും അധികം വൈകാതെ പ്രതികളിലേക്ക് എത്താമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. പക്ഷേ വലിയ ആശങ്കയുണ്ടാക്കുന്ന, സ്വർണ്ണത്തിന് വില വർദ്ധിച്ചതോടുകൂടി ഇത്തരത്തിൽ സ്വർണം പിടിച്ചുപറിയും മോഷണവും ഒക്കെ വർദ്ധിക്കുകയാണ്. ക്ഷേത്രങ്ങളിൽ വലിയ കവർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തലസ്ഥാനത്ത് പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അതിന് പുറമെയാണ് ഇങ്ങനെ ഒരു വൃദ്ധയെ ഇത്തരത്തിൽ ക്രൂരമായി ആക്രമിച്ച് മർദ്ദിച്ച് അവർക്ക് വലിയ ഒരു ട്രോമ സമ്മാനിച്ച് ഈ 10 ലക്ഷത്തോളം രൂപയുടെ സ്വർണവുമായി കൊള്ളക്കാർ കടന്നത്. അത് നഗരസഭാ ജീവനക്കാരൻ്റെ വ്യാജേനയാണ് അവർ എത്തിയത്. നേരത്തെയൊന്നും അവിടെ കണ്ടിട്ടുള്ള ആളുകളല്ല എന്നാണ് അമ്മയുടെ മകൻ വിഷ്ണു നമ്മോട് പറഞ്ഞത്. ഏതായാലും പോലീസ് ഊർജിതമായി അന്വേഷിക്കുന്നുണ്ട്. പ്രതികളെ ഉടൻ പിടിയിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നത്. ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണ്. ഇങ്ങനൊരു ആക്രമണം അപ്രതീക്ഷിതമായി ഉണ്ടാകുമ്പോൾ അവരുടെ മാനസിക നിലയ്ക്ക് തന്നെ അത് ബാധിക്കുന്ന അവസ്ഥ വരും. അതാണ് അമ്മ പറഞ്ഞത്. വലിയ ആഘാതത്തിലാണ് അമ്മ എന്ന് പറയുന്നു. ഇപ്പോൾ അവരുടെ ആരോഗ്യനില അടക്കം എങ്ങനെയുണ്ട്? നമ്മൾ ഈ സമയത്ത് നടന്നിട്ടും CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ച്
വളരെ പെട്ടെന്ന് പ്രതികളെ പിടിക്കാനുള്ള എല്ലാ സംവിധാനമുള്ള സിസ്റ്റമാണ് നമ്മുടേത്. ആ തരത്തിൽ തന്നെ എല്ലാ തെളിവുകളും അല്ലെങ്കിൽ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഉള്ളത്. രാവിലെ തന്നെ പ്രതിയെ സംബന്ധിച്ച് സൂചനകൾ ലഭിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇതുവരെ അവർ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്ത് പറയുന്നില്ല. സ്വാഭാവികമായും 4 പേരാണ്. ഒരാളെ കസ്റ്റഡി എടുത്താൽ തന്നെ ബാക്കിയുള്ള ആളുകളിലേക്ക് എത്താൻ അനായാസം കഴിയും. ഈ അപ്പാർട്ട്മെൻറ്റിൽ ഒരിടത്തും CCTV ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നമായി പറയുന്നത്. പക്ഷേ ചുറ്റുമുള്ള വഴികളിലുണ്ട് ഈ ആളുകൾ വന്ന സ്വാഭാവികമായും ഇവർ ഇറങ്ങിപ്പോകുന്നതുമൊക്കെ വളരെ കണ്ട ആളുകളുണ്ട്. ഈ 4 പേരും ഈ അപ്പാർട്ട്മെൻറ്റ് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന കണ്ട ആളുകളൊക്കെ ഉണ്ട്. അവർ വളരെ കാഷ്വലായി ആളുകൾ ഇറങ്ങിപ്പോകുന്നതിനപ്പുറത്തേക്കൊന്നും അവർക്കപ്പോൾ അസ്വാഭാവികത ഫീൽ ചെയ്യില്ല. ഏതായാലും അവരെ തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഏറെക്കുറെ പ്രതികളിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പക്ഷേ ഇതൊരു അറസ്റ്റേ ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകൾ, സ്ത്രീകൾ, പ്രായമായവർ, വീട്ടിൽ പകൽ സമയത്ത് ഒറ്റയ്ക്കുണ്ടാകുന്ന ആളുകൾ, അവർക്കൊക്കെ വലിയ ആശങ്കയുണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. ഇവരെ മർദ്ദിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. മർദ്ദിച്ച ശേഷമാണ് മകൻ പറയുന്നത്, വളരെ കൃത്യമായി പറയുന്നത്, വളയൊന്നും ഊരിയെടുക്കാൻ കഴിയാത്ത അത്ര ടൈറ്റായിരുന്നു കയ്യിൽ, അത് ബലം പ്രയോഗിച്ച് ഊരിയെടുക്കുന്നു, മാല പൊട്ടിച്ചെടുക്കുന്നു, അവരെ മർദ്ദിച്ച് കട്ടിലേക്ക് തള്ളിയിടുന്നു. അങ്ങനെ വളരെ ക്രൂരമായ ഒരു 65 വയസ്സുള്ള ഒരു സ്ത്രീ, അവർ സ്വാഭാവികം വലിയൊരു മാനസികാഘാതത്തിലൂടെ കടന്നു പോകും. അവർക്ക് ഇന്നലെ തന്നെ ആശുപത്രി കൊണ്ട് പ്രാഥമിക ചികിത്സയൊക്കെ നൽകിയിരുന്നു. മറ്റു മാരകമായ മുറിവുകളോ പരിക്കുള്ളല്ലോ. പക്ഷേ മനസ്സിനേറ്റ ആഘാതം, ഒരു ഞെട്ടലിലാണ് ആ അമ്മ ഇപ്പോഴും എന്നാണ് മകൻ നമ്മോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. VV അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ 3ാം ലൈംഗിക പീഡന പരാതിയിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി. തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാണ് വീഡിയോ കോൺഫറൻസ് വഴി മൊഴി രേഖപ്പെടുത്തിയത്. വിദേശത്തുള്ള യുവതി ഇന്ത്യൻ എംബസിയിലെത്തിയാണ് വീഡിയോ കോൺഫറൻസിലൂടെ മജിസ്ട്രേറ്റിന് രഹസ്യമൊഴി നൽകിയത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാന്, 3ാമത്തെ കേസിൽ ഈ പറഞ്ഞതുപോലെ രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആ കേസിൻ്റെ ഗൗരവ സ്വഭാവം ഒന്നുകൂടി കൂടുകയാണ്. നേരത്തെ ഇത്തരം നടപടിക്രമങ്ങളിലേക്ക് കോടതിയും മറ്റും കടന്നിരുന്നു. ദീർഘകാലമായി എവിടെയാണ് മൊഴി എന്ന ചോദ്യം പല കോടതികളും ഉന്നയിച്ച പശ്ചാത്തലമുണ്ടായിരുന്നു. ഈ മൊഴി കൂടി ലഭിച്ച സാഹചര്യത്തിൽ രാഹുലിൻ്റെ കേസിന് കുറച്ചുകൂടി ബലം വരികയല്ലേ? അതായത് ഈ പരാതിക്ക് ഇതോടെ ഒരു നിയമസാധുത കൈവന്നിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. ആ പരാതി ലഭിച്ച് അതീവ രഹസ്യമായി ഇമെയിലായി പരാതി ലഭിക്കുകയും അതിന് പിന്നാലെ ഇവരുടെ മൊഴി പോലീസ് ആദ്യം വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ തന്നെ രേഖപ്പെടുത്തിയതാണ്. അതിനുശേഷമാണ് വളരെ രഹസ്യമായി പാലക്കാട് നിന്ന് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പിന്നീടുണ്ടായ വിവാദങ്ങൾ, രാഷ്ട്രീയമായ ചർച്ചകളൊക്കെ നമുക്കറിയാം. നിയമവിദഗ്ധർ തന്നെ അറസ്റ്റ് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് എന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യം. പരാതിക്കാരി ഉണ്ടോ, ഇങ്ങനൊരു പരാതിക്കാരി ഉണ്ടോ എന്ന സംശയം ഒരു കോണിൽ നിന്ന് ഉന്നയിക്കുന്ന സാഹചര്യം. കാരണം ഇത്തരത്തിൽ നേരിട്ട് ഒപ്പിട്ട് നൽകാതെ, പരാതിയിൽ രേഖാമൂലം ഒപ്പിട്ട് നൽകാതെ എങ്ങനെ അതിന് നിയമസാധുത കൈവരും എന്ന വിമർശനം കോടതിയുടെ മുമ്പിൽ തന്നെ പ്രതിഭാഗം ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലമായി കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായതാണ്. അങ്ങനെ ഒരു കേസിലാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ, രാഹുലിന് അനുകൂലമായി തോന്നിപ്പിക്കാവുന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് വരികയും 1ാമത്തെ കേസിലടക്കം മുൻകൂർ ജാമ്യം ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു രാഹുൽ. അതിനിടയിലാണ് ഈ 3ാമത്തെ കേസിൽ രാഹുലിൻ്റെ അറസ്റ്റിലേക്ക് നയിച്ച പീഡന പരാതിയിൽ ഇപ്പോൾ ഇരയായ യുവതി അന്വേഷണ സംഘത്തിന് ആദ്യം നൽകിയ മൊഴി, അത് തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ രഹസ്യമൊഴിയായി 164 സ്റ്റേറ്റ്മെൻറ്റായി കൈമാറിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസിന് ഈ തുടർ നീക്കങ്ങളിലേക്ക് കടക്കുക. വരുന്ന 16-ാം തീയതി മുതൽ 3 ദിവസത്തേക്ക് ആദ്യത്തെ കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന് കോടതി തന്നെ ഹാജരാകണമെന്ന നിർദ്ദേശം രാഹുലിന് നൽകിയിട്ടുണ്ട്. കസ്റ്റഡിക്ക് സമാനമായ ചോദ്യം ചെയ്യലായിരിക്കും 3 ദിവസം, 16-ാം തീയതിയും 17-ാം തീയതിയും 18-ാം തീയതിയും നടത്തുക. അതിനുശേഷം രാഹുലിൻ്റെ ഫോണടക്കം വിശദമായി പരിശോധിക്കും. അതിലെ പാസ്വേഡ് പറഞ്ഞു നൽകാൻ ആദ്യം രാഹുൽ തയ്യാറായിരുന്നില്ല. പക്ഷേ ജാമ്യ വ്യവസ്ഥകളിൽ കൃത്യമായി ഫോണിൻ്റെ പാസ്വേഡ് അടക്കം അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തണമെന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാതിരുന്ന രാഹുൽ അടുത്തതായി നടക്കാൻ പോകുന്ന ചോദ്യം ചെയ്യലിൽ വിശദമായി ചോദ്യാവലി തയ്യാറാക്കിക്കൊണ്ട് തന്നെയാകും അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അതിൽ കൃത്യമായി കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള നീക്കമുണ്ടാകും. എടുത്തു പറയുന്ന കാര്യം, 3ാമത്തെ കേസിലാണ് ഇപ്പോൾ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും ഈ 3 കേസുകളിലും ഒരു സമാനമായ സ്വഭാവത്തിലുള്ള കുറ്റകൃത്യം നടന്നിരിക്കുന്നു എന്ന വിലയിരുത്തലാണ് അന്വേഷണ സംഘമുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലായിരിക്കും ചോദ്യം ചെയ്യലും നടക്കുക.
അതായത് 3 കേസുകളെ ഒരുപോലെ കാണുന്ന ശൈലിയിലുള്ള ചോദ്യാവലിയായിരിക്കും അന്വേഷണ സംഘം തയ്യാറാക്കുക. 3 പേരുമായും ഒരേ സമയം തന്നെ ബന്ധം സ്ഥാപിച്ചിരുന്നു. ഒരേ സമയമാണോ ഇത്തരം ഈ ഗർഭചിത്രമടക്കമുള്ള ഈ പരാതിയിൽ പരാമർശിക്കപ്പെട്ടിരുന്ന ആരോപണങ്ങൾ നടന്നിരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായ പരിശോധനകൾ വരും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പോലീസ് വിശദമായ ഒരു ചോദ്യാവലി തയ്യാറാക്കുന്നത്. AIG ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാകും 16-ാം തീയതി രാവിലെ 10 മണി മുതൽ ഈ ചോദ്യം ചെയ്യൽ നടക്കുകയെന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റൊന്ന്, നമുക്കറിയാം ഈ 3 കേസുകൾ നേരത്തെ ഡാൻ പറഞ്ഞതുപോലെ സമാന സ്വഭാവമുള്ളതാണ്. പക്ഷേ ചില വ്യത്യാസങ്ങളൊക്കെ സാമ്പത്തിക ചോദിച്ചടക്കമുള്ള മറ്റ് പല കാര്യങ്ങളും ആരോപണവുമായി ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഇവിടെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസുകളിൽ ജാമ്യത്തിലാണ്, പുറത്താണ്. കോടതി കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശങ്ങൾ, ഗൗരവതരമായ ചില പരാമർശങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഒരു പ്രീസിഡൻ്റായി മറ്റു കേസുകളിലും ആപ്ലിക്കബിൾ ആണ്. കാരണം വിവാഹിതയായ ഒരാൾ ഇത്തരത്തിൽ പീഡനമെന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണ് എന്നൊക്കെ കോടതി ചോദിക്കുന്നുണ്ട്. സ്നേഹബന്ധത്തിലിരിക്കുമ്പോൾ നടക്കുന്നത് ഇഷ്ടപ്രകാരം, അല്ലാത്തപ്പോൾ പീഡനം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരുപാട് ലൂപ്പ് ഹോൾസ് കൂടി തുറന്ന് ഇട്ടുകൊണ്ടുള്ള ചില ന്യായങ്ങൾ, ചില പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്നതുകൂടി ഇത്തരം കേസുകളുടെ ഗൗരവ സ്വഭാവം പറയുമ്പോൾ ചൂണ്ടിക്കാണിക്കണം. തീർച്ചയായിട്ടും. അതായത് രാഹുലിൻ്റെ അഭിഭാഷകനും കോടതിയിൽ വാദിച്ചതും അതേ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഉഭയസമ്മത കക്ഷി പ്രകാരമുള്ള ഒരു ബന്ധമായിരുന്നു ഇവരുമായിട്ട് ഉണ്ടായിരുന്നത്. അതിനെ പിന്നീടൊരു ഘട്ടത്തിൽ അങ്ങനെ ഉഭയസമ്മത പ്രകാരം നടന്ന ബന്ധം, അതിൻ്റെ പേരിൽ നടന്ന ഇടപാടുകൾ, അതിനെ പിന്നീട് പീഡനമായി വ്യാഖ്യാനിച്ചത് ബോധപൂർവമായ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് എന്നായിരുന്നു രാഹുലിൻ്റെയും അഭിഭാഷകൻ്റെയും ഒക്കെ വാദം. ആ വാദമുഖങ്ങൾ തന്നെയാണ് ഹൈക്കോടതിയിലടക്കം മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിനായി ആദ്യ കേസുമായി ബന്ധപ്പെട്ട് പ്രതിഭാഗം ഉന്നയിച്ചതും അതുമായി ബന്ധപ്പെട്ട ചില തെളിവുകളൊക്കെ ഹാജരാക്കിയിട്ട് എന്തായാലും ജസ്റ്റിസ് കൗസർ ഇടപ്പകത്ത് അതുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധനകളിലേക്ക് കടക്കുന്നതിന് പകരം അതൊക്കെ വിചാരണ വേളയിലാണ് ആ പരിശോധനകൾ നടക്കേണ്ടത്. പ്രഥമ ദൃഷ്ട്യാ ഇതിൽ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജാമ്യം നൽകുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും കേസിൻ്റെ വിചാരണയിലേക്കൊക്കെ കടക്കാൻ അതിൻ്റെതായ കാലതാമസം വേണ്ടിവരും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഒരേ സമാനമായ തരത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന 3 ആരോപണങ്ങൾ, 3 പരാതികൾ, അതിൽ 2 കേസുകളിൽ രഹസ്യമൊഴി നൽകിക്കൊണ്ട് 2 യുവതികൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മൊഴിയിൽ നിന്ന് ഇനി അവർക്ക് മാറാൻ കഴിയില്ല. കാരണം മജിസ്ട്രേറ്റിനെ സാക്ഷിയാക്കുന്ന തരത്തിലാണ് ആ മൊഴി. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ 164 സ്റ്റേറ്റ്മെൻറ്റിന് അതിനൊരു നിയമസാധുത കൈവരുന്നത്. അതിൻ്റെ ആ മൊഴിയെടുപ്പിൻ്റെ സാക്ഷിയായി മാറുന്നത് മജിസ്ട്രേറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് അത് മാറ്റി പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി, അതായത് ഈ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം പലപ്പോഴും അവരെ ബന്ധപ്പെട്ടപ്പോഴും സാവകാശം തേടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. എന്തായാലും വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ഇന്ത്യൻ എംബസി മുഖേനയാണ് തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഈ മൊഴി കഴിഞ്ഞ ദിവസം രഹസ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ തുടർ നീക്കങ്ങളുടെ ഭാഗമായി SIT ഏത് തരത്തിലുള്ള അന്വേഷണമായിരിക്കും ഇനി നടത്തുക എന്നതാണ് അറിയാനുള്ളത്. എന്തായാലും 16-ാം തീയതി ചോദ്യം ചെയ്യലിന് വേണ്ടി, അതായത് തിങ്കളാഴ്ച രാഹുൽ മങ്കൂട്ടത്തിൽ ഹാജരാകും എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. മറ്റൊന്ന്, ഡാൻ കുര്യൻ, ഇവിടെ നമുക്കറിയാം ഈ കേസിൽ ഈ 3 കേസുകളും ആരോപണങ്ങൾ മാത്രമാണ് എന്നാണ് രാഹുലിൻ്റെ അഭിഭാഷകൻ്റെ മറ്റും വാദമായി മുന്നോട്ട് വന്നത്. പക്ഷേ ഇത്തരത്തിൽ എംബസിയിലൊക്കെ എത്തി ഈ പെൺകുട്ടി രഹസ്യമൊഴി നൽകാൻ തയ്യാറായി എങ്കിൽ ആ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും രാഹുലിന് ശിക്ഷ കിട്ടാൻ വേണ്ടി ഏതറ്റം വരെ പോകും എന്നും വ്യക്തമാക്കുകയാണ്. ആ ഒരു മനോഭാവം കൂടിയാണ് ഈ 3ാമത്തെ പെൺകുട്ടി കാണിക്കുന്നത് എന്ന് വേണ്ട കരുതാൻ. തീർച്ചയായിട്ടും. അതായത് 1ാമത്തെ കേസിൽ എന്താണോ സംഭവിച്ചിരിക്കുന്നത്, ആദ്യഘട്ടത്തിൽ അവർ പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല. പിന്നീടാണ് ഈ വിവാദം കണക്കുകയും അത് വലിയ തരത്തിൽ ഈ തെളിവുകൾ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയും അത് വാർത്തയാകുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം വന്നതോടെയാണ് അവർ പരാതി നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അവർക്കെതിരെ സൈബർ അധിക്ഷേപം അതിന് കടക്കുന്ന ഒരു സാഹചര്യം. ആ ഘട്ടത്തിൽ ആണ് അത് കൃത്യമായി ഈ ഇരകളെ അല്ലെങ്കിൽ ഈ യുവതികളെ പ്രകോപിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. അവിടെയാണ് പരാതിയുമായി നേരിട്ടെത്തുന്ന സാഹചര്യമുണ്ടായത്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇവർ രഹസ്യമൊഴി നൽകാൻ വിസമ്മതിച്ചിരുന്നു. പിന്നീടാണ് മജിസ്ട്രേറ്റിന് മുമ്പാകെ ആദ്യ പരാതിക്കാരി രഹസ്യമൊഴി നൽകുന്നത്. സമാനമായ തരത്തിൽ തന്നെയാണ് ഇപ്പോൾ 3ാമത്തെ കേസിലും അന്വേഷണ സംഘത്തിന് മൊഴി നൽകുകയും ഈ ഡിജിറ്റലായി ഒപ്പിട്ട് ഈ പരാതി തിരിച്ചയക്കുകയും ഒക്കെ ചെയ്യുന്ന നടപടികളുണ്ടായിരുന്നു. കോടതിയിൽ അത് പ്രോസിക്യൂഷൻ കൃത്യമായി തന്നെ മജിസ്ട്രേറ്റിനെ അറിയിക്കുകയും ചെയ്തതാണ്. അങ്ങനെയാണ് അതിൽ വീഡിയോ കോൺഫറൻസിംഗ് മുഖേന തന്നെ മൊഴി രേഖപ്പെടുത്തി അറസ്റ്റിലേക്ക് കടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. പക്ഷേ അതിൽ വലിയ സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിയമവിദഗ്ധർ തന്നെ മുമ്പോട്ട് വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് തിടുക്കത്തിലുള്ള നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘം വീണ്ടും കടന്നത്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എംബസി മുഖേന, വിദേശത്തുള്ള ഇന്ത്യൻ എംബസി മുഖേന യുവതി രഹസ്യമൊഴി
164 സ്റ്റേറ്റ്മെൻറ്റ് തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നൽകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏത് തരത്തിലായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുക എന്നതാണ് വ്യക്തത പറയാനുള്ളത്. എന്തായാലും നിലവിൽ ഉയർന്നു വന്ന 3 പരാതികളിൽ 3 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായെങ്കിലും 2 കേസുകളിലാണ് ഇപ്പോൾ ഒരു നിയമസാധുത കൈവന്നിരിക്കുന്നത്. അതിൽ 1ാമത്തെ കേസും 3ാമത്തെ കേസും ആ 2 കേസുകളായിരിക്കും ഒരുപക്ഷെ കൂടുതൽ ഗൗരവത്തോടെ പോലീസ് നോക്കിക്കാണുന്നത്. അത്തരത്തിലായിരിക്കും അതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി പോലീസ് മുമ്പോട്ട് പോകുകയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 3 കേസുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതിനകം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അതിൽ 3ാമത്തെ കേസിലെ പെൺകുട്ടി അവർ രഹസ്യമൊഴി കൂടി ഇന്ത്യൻ എംബസി വഴി ഹാജരായി വിദേശത്താണ് ആ കുട്ടി. കോടതിക്ക് മുന്നിൽ രഹസ്യമൊഴി നൽകുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങുകയാണ്. അങ്ങനെ 3ാമത്തെ കേസിൽ കൂടി കുരുക്ക് മുറുകുകയാണ് രാഹുലിന് എന്നുള്ളതാണ്. ഇതിൽ അല്പം ദുർബലമായിട്ടുള്ളത് ഈ 2ാമത്തെ കേസാണ് എന്നാണ് മനസ്സിലാകുന്നത്. 1ഉം 3ഉം കേസുകളിൽ രാഹുൽ സ്വാഭാവികമായും വിചാരണ നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. കോടതിയുടേതായ ചില പരാമർശങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിൽ ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധം എന്നുള്ളത് ഏതാണ്ട് അംഗീകരിച്ച മട്ടിലാണ് രാഹുലിന് ജാമ്യമടക്കം നൽകിയ പശ്ചാത്തലമുണ്ടായത്. ഒപ്പം വിവാഹത്തിന് ശേഷം വിവാഹിതരായ പെൺകുട്ടികൾ ഇത്തരം ആക്ഷേപങ്ങളും ആരോപണങ്ങൾക്ക് ഉന്നയിക്കുന്നതിനെ ഒരു പരിധിവരെ കോടതി വിമർശിക്കുകയും മറ്റും ചെയ്തിരുന്നു. അങ്ങനെ വലിയ തോതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്കിൽ നിന്ന് കുരുക്കിലേക്ക് നീങ്ങുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്ത, ആക്ഷൻ ഹീറോ ബിജു 2വുമായി ബന്ധപ്പെട്ട് നടൻ നിവിൻ പോളിയും നിർമ്മാതാവ് PS ഷംനാസും തമ്മിലുള്ള തർക്കത്തിൽ ഹൈക്കോടതി ഇടപെടൽ. കേസുകൾ സമവായ ചർച്ചയിലൂടെ പരിഹരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. സംവിധായകൻ എബ്രഡ് ഷൈനും ഷംനാസും തമ്മിലുള്ള തർക്കത്തിലും മധ്യസ്ഥ ചർച്ച നടത്താനാണ് നിർദ്ദേശം. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ആജ്ഞ, ഒരു സിനിമ ആരംഭിച്ചു, ആക്ഷൻ ഹീറോ ബിജു 2 എന്ന സിനിമ. ഇടയ്ക്ക് വെച്ച് അത് നിന്നു പോകുന്നു. 2.5 കോടി രൂപയോളം നിർമ്മാതാവ് ഈ സിനിമയ്ക്ക് വേണ്ടി മുടക്കിയെന്നാണ് അദ്ദേഹം നൽകിയിരിക്കുന്ന പരാതിയും മറ്റും. അത് നിവിൻ മറ്റൊരു തലത്തിൽ ഈ സിനിമ വിറ്റു എന്നുള്ള പരാതിയുണ്ട് നിവിൻ പോളിയുടെ ബാനറിൽ. ഇതെല്ലാം വലിയ തർക്കത്തിനും പ്രശ്നങ്ങൾക്കുമൊക്കെ ഇടയാക്കിയ ഒന്നാണ്. ഇപ്പോൾ ഇത് എന്താണ് കോടതിയുടെ ഇടപെടൽ വന്നത്? ഈ 2 കൂട്ടരും ഈ വിഷയം സമവായത്തിലൂടെ പരിഹരിക്കണമെന്ന ആവശ്യത്തിലേക്ക് എത്തിയോ? രഞ്ജിത്ത്, കോടതിയുടെ നിർദ്ദേശം അങ്ങനെയാണ്, മീഡിയേഷനെ ഉപയോഗിക്കുക എന്ന് തന്നെയാണ്. പ്രത്യേകിച്ചും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആക്ഷൻ ഹീറോ ബിജു 2യുടെ ഷൂട്ടുമായി ബന്ധപ്പെട്ട് 2,90,00,000 രൂപയാണ് ഈ നിർമ്മാതാവ് അതിനുവേണ്ടി ചെലവഴിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിച്ചത്. അങ്ങനെയാണ്. അതുമാത്രമല്ല, അതിനു വേണ്ടിയിട്ട് 14 ദിവസത്തെ ചിത്രീകരണവും നടന്നിട്ടുണ്ട്. ഈ കൽക്കട്ടയിലും ബംഗ്ലാദേശിലും ഒക്കെ ആയിട്ടാണ് ഈ 14 ദിവസത്തെ ഷൂട്ടിങ്ങും നടന്നിട്ടുള്ളത്. എന്തായാലും ഈ ഷംനാസിൻ്റെ പ്രധാനപ്പെട്ട പരാതി ഈ സിനിമയുടെ നിർമ്മാണത്തിന് താൻ അതിന് പങ്കാളിയായിരിക്കുന്ന സമയത്ത് തന്നെ നിവിൻ പോളിയുടെ ബാനർ അത് 5 കോടി രൂപയ്ക്ക് അതിൻ്റെ വിദേശത്തെ വിതരണാവകാശം വിറ്റു. അതുമാത്രമല്ല 2 കോടി രൂപ അതുമായി ബന്ധപ്പെട്ട് അഡ്വാൻസ് കൈപ്പറ്റുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പരാതിയുമായി ബന്ധപ്പെട്ട് വൈക്കം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് തലയോലപ്പറമ്പ് പോലീസ് അതിൽ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. നിവിൻ പോളിക്കും സംവിധായകൻ എബ്രഡ് ഷൈനിനുമെതിരെയായിരുന്നു അന്ന് കോടതി കേസെടുക്കാൻ നിർദ്ദേശിച്ചിരുന്നത്. ആ പരാതിയുടെ പകരമായിട്ടാണ് നിവിൻ പോളി ഈ ഷംനാസ് വ്യാജരേഖ ചമച്ചു എന്നുള്ള ഒരു പരാതിയുമായി രംഗത്തെത്തിയതും. വ്യാജരേഖ ചമച്ചു എന്നുള്ള പരാതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ അത് ഈ കൊച്ചിയിൽ പാലാരിവട്ടം പോലീസ് ആ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇവർക്കെതിരെയുള്ള, അതായത് നിവിൻ പോളിക്കും എബ്രഡ് ഷൈനുമെതിരെയുള്ള കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥ ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അങ്ങനെയാണ്. എന്തായാലും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നിവിൻ പോളിയും എബ്രഡ് ഷൈനുമെതിരെയുള്ള പരാതി അതുമായി ബന്ധപ്പെട്ട്, അതായത് നിവിൻ പോളിയുടെ വിതരണ കമ്പനി ഇത് വിദേശത്തെ വിതരണത്തിനായി ബന്ധപ്പെട്ട് 2 കോടി രൂപ കൈപ്പറ്റി എന്നുള്ള നിർമ്മാതാവിൻ്റെ പരാതി അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ പരാതിയുടെ കാര്യത്തിൽ അത് സമവായ ചർച്ചയിലൂടെ തന്നെ പരിഹരിക്കണമെന്നാണ് ആവശ്യം. അതേസമയം തന്നെ പാലാരിവട്ടത്തുള്ള ഈ കേസ് പോലീസ് അതായത് PS ഷംനാസിനെതിരെ നിവിൻ പോളി നൽകിയിരിക്കുന്ന പരാതി അത് വ്യാജരേഖ ചമച്ചു എന്നുള്ള പരാതിയിൽ അന്വേഷണം തുടരുന്നുണ്ട്. ആ കേസ് നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും നിർത്തിവെക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. രഞ്ജിത്ത്, ഇത് ഒരു സമവായ ചർച്ചയിലൂടെ പോവുക എന്ന് പറയുമ്പോൾ ഈ 3 പേരും നിവിൻ പോളിയും നിർമ്മാതാവ് PS ഷംനാസും ഒപ്പം എബ്രഡ് ഷൈനും 3 പേരും ഒരേ തരത്തിൽ വിചാരിക്കണം. അവർ സമവായത്തിന് തയ്യാറാകണം. അതിന് ചില എഗ്രിമെൻറ്റുകൾ വേണം.
ഈ പണമിടപാട് സംബന്ധിച്ചുള്ള വ്യക്തത വരണം. അത് പരസ്പരം നഷ്ടപ്പെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാനും സെറ്റിൽ ചെയ്യാനുമുള്ള ഇടപെടലുകൾ വേണം. അപ്പോൾ ഇതെങ്ങനെ ഏത് തരത്തിൽ എന്നുള്ളത് ഇതാണ് ഇപ്പോൾ അഭിഭാഷകർ പങ്കുവെക്കുന്ന കാര്യം. ഒപ്പം ഈ 3 പേരുടെയും അഭിഭാഷകർ ഈ സമവായ ശ്രമങ്ങളിലൂടെ ഈ പ്രശ്നം അവസാനിപ്പിക്കാനുള്ള കോടതിയുടെ നീക്കത്തിന് സമ്മതം മൂളിയോ? നിർമ്മാതാവിന്റെ നീക്കത്തിൽ നിന്നും അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം സമവായ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ അദ്ദേഹത്തിനുണ്ടായി നഷ്ടം മീറ്റ് ചെയ്യാൻ ഇവർ തയ്യാറാകുന്ന സാഹചര്യം ഉണ്ടാക്കണം. അതുമാത്രമല്ല ഈ അദ്ദേഹം ഒരു നിർമ്മാതാവ് അതിൻ്റെ ഒരു സിനിമയുടെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം അറിയാതെ തന്നെ മറ്റൊരു ബാനറിൽ അത് വിതരണാവകാശം വിദേശ കമ്പനികൾക്ക് നൽകി, അല്ലെ വിദേശത്തുള്ള വിതരണാവകാശം ഇവർ കൈപ്പറ്റുകയും അതിൻ്റെ പേരിൽ 2 കോടി രൂപയോളം ഇവർക്ക് കൈപ്പറ്റുന്ന സാഹചര്യം ഉണ്ടായി. 5 കോടി രൂപയ്ക്ക് അതിന് വിതരണാവകാശം വിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് പരാതി. അങ്ങനെയായിരുന്നു. ആ പരാതിയിന്മേൽ ആണ് പിന്നീട് നിവിൻ പോളിയും എബ്രിഡ് ഷൈനും ഈ PS ഷംനാസ് വ്യാജരേഖ ചമച്ചു എന്നുള്ള മറുപരാതിയുമായി രംഗത്തെത്തിയത്. ഈ 2 പരാതികളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകരുതെന്ന് കോടതി ഉത്തരവുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് സമവായത്തിൽ എത്തിക്കുക എന്നുള്ള നിർദ്ദേശം തന്നെയാണ്. ഇത് മാത്രമല്ല ഇവർക്കെതിരെയുള്ള നിവിൻ പോളിക്കും എബ്രിഡ് ഷൈനും എതിരെയുള്ള പരാതികൾ പിൻവലിക്കണം, അതിന് തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി സമീപിച്ചിരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ 2 കൂട്ടർക്കും നഷ്ടമുണ്ടാകാത്ത രീതിയിൽ ഇതിനെ പരിഹരിക്കണമെന്ന് ഒരു നിർദ്ദേശം കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മീഡിയേഷനുമായി ബന്ധപ്പെട്ട് ഇത് പ്രശ്നപരിഹാരം കാണണം, ഇതിൽ മീഡിയേഷൻ ഇടപെടണം എന്ന് ആവശ്യപ്പെടുന്നതും മധ്യസ്ഥ ചർച്ച വേണം എന്ന് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യം അങ്ങനെയാണ്. രഞ്ജിത്ത്. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക് പോയാൽ കാസർഗോഡ് നീലേശ്വരത്ത് കന്നുകാലികളെ ഇറക്കുന്നതിനിടെ തൊഴിലാളികൾക്ക് ക്രൂരമർദ്ദനം. 6-അംഗ സംഘത്തിന്റെ മർദ്ദനത്തിൽ ഉത്തർപ്രദേശ് സ്വദേശികളായ 2 പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അക്രമി സംഘത്തിലെ ഒരാളുടെ ഫോൺ പോലീസിന് കിട്ടി. ആക്രമണം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണോ അതോ പ്രദേശത്ത് മനഃപൂർവ്വം സംഘർഷാവസ്ഥ സൃഷ്ടിക്കാനുള്ള ശ്രമമാണോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. KV ബൈജു വിവരങ്ങൾ പങ്കുവച്ചു. ബൈജു, ഈ കന്നുകാലികളൊക്കെ അതിർത്തി കടന്ന് സാധാരണയായി വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ആ പ്രദേശം, മഞ്ചേശ്വരം പോലുള്ള സ്ഥലമൊക്കെ. അവിടെ ഈ 6-അംഗ സംഘം ഈ വിഷയത്തിൽ എന്തു പറഞ്ഞാണ് ഇടപെട്ടത്? മറ്റു വിശദാംശങ്ങൾ എന്താണ്? രഞ്ജിത്തെ, പാലക്കാട് നിന്നും ലോറിയിൽ കൊണ്ടുവന്ന പോത്തുകളെ ഇറച്ചിക്കടയ്ക്ക് സമീപം ഇറക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഓട്ടോറിക്ഷയിലും ബൈക്കിലുമായി എത്തിയ സംഘം ഈ തൊഴിലാളികളെ ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. ഇത് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള കർണാടക അതിർത്തി മഞ്ചേശ്വരം കരോടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായത്. ഈ ആക്രമണത്തിൽ പരിക്കേറ്റ UP സ്വദേശികളായ ദാവൂദ്, ഗുർഖാൻ എന്നിവരെ ഈ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പോത്തിനെ ഇറക്കുകയോ അതുപോലെ തന്നെ അറുക്കുകയോ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സംഘം ക്രൂരമായി ആക്രമിച്ചതെന്നാണ് ഈ പരിക്കേറ്റവർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതായത് ഓട്ടോറിക്ഷയിലും 5 പേരും അതുപോലെ തന്നെ ബൈക്കിൽ ഒരാളും, അങ്ങനെയാണ് ഈ സംഘം എത്തിയത്. ഈ സമീപവാസികളാണ് ഈ വിവരം പോലീസിനെ അറിയിച്ചത്. തുടർന്ന് പോലീസ് എത്തുമ്പോഴേക്കും അക്രമി സംഘം അവിടെ നിന്നും രക്ഷപ്പെട്ടിരുന്നു. ഈ അക്രമികൾ രക്ഷപ്പെടുന്നതിനിടെയാണ് ഈ സംഘത്തിലെ അനിൽ എന്നയാളുടേതാണെന്ന് സംശയിക്കുന്ന ഒരു മൊബൈൽ ഫോൺ സ്ഥലത്ത് വീണുപോയിരുന്നു. ഇത് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ വിശദമായി പരിശോധിച്ചു വരികയാണ്. ഈ ഫോണിലെ വിവരങ്ങൾ കേന്ദ്രീകരിച്ച് അക്രമി സംഘത്തിലെ മറ്റുള്ളവർക്കായി ആണ് ഇപ്പോൾ പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുള്ളത്. ഏതായാലും സംഭവം രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണോ അതോ പ്രദേശത്ത് മനഃപൂർവ്വം സംഘർഷാവസ്ഥ സൃഷ്ടിക്കാനുള്ള ശ്രമമാണോ എന്നാണ് പോലീസ് പരിശോധിച്ചു വരുന്നത്. ഈ സ്ഥലത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഏതായാലും മറ്റൊരു തരത്തിലുള്ള സംഘർഷം ഉണ്ടാവാതിരിക്കാൻ കൂടുതൽ പോലീസിനെ ഈ സ്ഥലത്ത് ഇപ്പോൾ വിന്യസിച്ചിട്ടുമുണ്ട്. രഞ്ജിത്ത്, അപ്പോഴും ഈ സംഘത്തെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ കിട്ടിയിട്ടുണ്ടോ? ഒപ്പം ഈ മർദ്ദനമേറ്റ തൊഴിലാളികളുടെ അവസ്ഥ എങ്ങനെയാണ് ബൈജു? രഞ്ജിത്തെ, തൊഴിലാളികളുടെ നല്ല പരിക്ക് ഉണ്ടെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത്. ഈ സംഘത്തിൽ ഏറ്റവും പ്രധാനം ഈ മൊബൈൽ ഫോൺ തന്നെയാണ്. അനിൽ എന്ന് പറയുന്ന ഒരാളുടെ ഫോൺ എന്നാണ് പറയുന്നത് പോലീസ്. അത് പോലീസ് പരിശോധിച്ചു വരുന്നു. ഈ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തുന്ന അന്വേഷണത്തിൽ മുഴുവൻ പ്രതികളെയും പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ഈ ഫോൺ അബദ്ധത്തിൽ ഇവരുടെ കയ്യിൽ നിന്നും ഈ അക്രമം നടക്കുന്നതിനിടയിൽ അവിടെ വീണുപോയതാണ്. അതാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അത് വലിയൊരു തെളിവായി മാറും, അല്ലെങ്കിൽ ഈ പ്രതികളിലേക്ക് എത്താൻ സഹായകരമായി മാറും എന്നാണ് പറയുന്നത്.
കാരണം നമുക്കറിയാം വളരെ സെൻസിറ്റീവായ ഒരു ഏരിയ ആണ് മഞ്ചേശ്വരം എന്ന് പറയുന്നത്. ചെറിയ സംഭവങ്ങൾ പോലും വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുന്ന ഒരു സ്ഥലമാണ് മഞ്ചേശ്വരം. അതുകൊണ്ട് തന്നെ പോലീസ് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ സംഭവം എടുത്തിട്ടുള്ളത്. ഈ പ്രതികളെ എത്രയും വേഗം പിടികൂടാനാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണമുള്ളത്. ഇവരുടെ മൊഴി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കൃത്യമായി എന്താണ് ഇങ്ങനെ ഒരു പ്രകോപനത്തിന്, ഈ പോത്തിനെ ഈ സ്ഥലങ്ങളിലെല്ലാം മൊഗ്രാൽ ഈ സ്ഥലങ്ങളിലെല്ലാം ഒരുപാട് പോത്തുകളെ ഇങ്ങനെ കൊണ്ടുവരാറുമുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു പോത്തിനെ ഇവിടെ ഇറക്കാനോ അല്ലെങ്കിൽ അറുക്കാനോ പാടില്ല എന്ന് പറഞ്ഞ ഒരു അക്രമം, അതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായി ഈ വിഷയം എടുക്കാൻ കാരണം. അങ്ങനെ ഒരു മനഃപൂർവ്വം ഒരു സംഘർഷം, ഒരു വർഗീയ സംഘർഷം ഉൾപ്പെടെ ഉണ്ടാക്കാനുള്ള ശ്രമമാണോ എന്നാണ് നോക്കുന്നത്. ഇനി കർണാടകത്തിൽ നിന്നുള്ള ഏതെങ്കിലും സംഘമാണോ ഇവരെന്നും സംശയിക്കുന്നുണ്ട്. ഏതായാലും ഒരാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അനിൽ എന്നാണ് ഇയാളുടെ പേരെന്നാണ് ഈ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായത്. തുടർന്ന് എല്ലാ പ്രതികളെയും പിടികൂടാൻ സാധിക്കും, ഇയാളെ ഉൾപ്പെടെ പിടികൂടാൻ സാധിക്കും എന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തുള്ളത്. ഏതായാലും ഇത് വളരെ ഗൗരവത്തിൽ തന്നെയാണ്. ജില്ലാ പോലീസ് മേധാവി നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ആ പ്രദേശത്തെല്ലാം അതിർത്തികൾ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. സംഘത്തിലേക്ക് വ്യാപിക്കാതിരിക്കാൻ അതീവ ജാഗ്രതയിലാണ് പോലീസ് ഉള്ളത്. ശരി, ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരം പാങ്ങോട് സൈനിക ക്യാമ്പിലെ ആനക്കൊമ്പ് മോഷണത്തിൽ അന്വേഷണം വഴിത്തിരിവിൽ. പ്രതി ക്യാമ്പിലുള്ള ആളെന്നാണ് സൂചന. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും ക്യാമ്പിൽ പരിശോധന നടത്തി. പോലീസ് സംശയിക്കുന്ന ആളുടെ വിരലടയാളവും ശേഖരിച്ചു. DJ പാർട്ടിക്ക് എത്തിയവരെയും ചോദ്യം ചെയ്തു. 2 കോടി രൂപ വിലമതിക്കുന്ന ആനക്കൊമ്പ് കഴിഞ്ഞ ദിവസമാണ് മോഷണം പോയത്. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് വിവരം. ഇത് വല്ലാതെ നമുക്കറിയാം, പട്ടാള ക്യാമ്പിനെ നാണം കെടുത്തിയ ഒരു സംഭവം കൂടിയായി മാറുകയാണ്. ഇത്ര പ്രശസ്തമായിട്ട് ആൻറ്റിക്കായി സൂക്ഷിച്ചിരുന്ന ഒരു സാധനം അത് അത്ര പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റുന്നതുമല്ല. ആദ്യം തന്നെ വിവരം ഉണ്ടായിരുന്നു, ഈ ക്യാമ്പിനുള്ളിലുള്ള ഒരാളുടെ സഹായമില്ലാതെ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് ഒരിക്കലും ഇത് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി വരുന്നു. ഡാൻ, എന്താണ് സംഭവിച്ചത്? അതായത് കഴിഞ്ഞ ബുധനാഴ്ച ഒരു DJ പാർട്ടി നടന്നിരുന്നു പാങ്ങോട് സൈനിക ക്യാമ്പിൽ. ആ DJ പാർട്ടിക്ക് എത്തിയവരാണ് ഇത് ഇവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയത് എന്ന സംശയമായിരുന്നു ആദ്യം നിലനിന്നിരുന്നത്. പക്ഷേ DJ പാർട്ടിക്ക് എത്തിയ മുഴുവൻ ആളുകളെയും കഴിഞ്ഞ ദിവസം വിരലടയാള വിദഗ്ധരെത്തി പരിശോധനയ്ക്ക് വിധേയരാക്കിയിരുന്നു. പക്ഷേ അത് മിസ്മാച്ചാണ്. അതുകൊണ്ട് തന്നെ അവരിലേക്ക് ആ സംശയം കേന്ദ്രീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ. മാത്രമല്ല, ഏതാണ്ട് 100 കിലോയോളം ഭാരം വരും ഈ 2 ആനക്കൊമ്പുകൾക്കുമായി. അതുകൊണ്ട് തന്നെ ഇത് അത്ര നിഷ്പ്രയാസം അവിടുന്ന് കടത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പാങ്ങോട് ക്യാമ്പിലുള്ള ആരുടെയെങ്കിലും ഒരു സഹായം ഇല്ലാതെ ഇങ്ങനെ ഒരു കാര്യം നടക്കില്ല എന്ന വിലയിരുത്തലിലാണ് പൂജപ്പുര പോലീസും. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഓഫീസേഴ്സ് മെസ്സിൽ അന്നേ ദിവസം ഉണ്ടായിരുന്ന ആളുകളിൽ നിന്ന് കൂടി ഉദ്യോഗസ്ഥരിൽ നിന്ന് കൂടി വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വൈകാതെ ഈ ആനക്കൊമ്പ് മോഷ്ടിച്ച വ്യക്തിയെ കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് പൂജപ്പുര പോലീസ്. അതേസമയം ഈ ഓഫീസേഴ്സ് മെസ്സിൽ CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ പ്രവേശന കവാടത്തിലും മറ്റ് അതിർത്തി മേഖലകളിലുമൊക്കെ ഈ കൃത്യമായി CCTV ഉണ്ട് അവിടെ. പക്ഷേ ഈ ഓഫീസേഴ്സ് മെസ്സിനുള്ളിൽ CCTVകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് ആരാണ് അവിടെ നിന്ന് അപഹരിച്ചത് എന്ന് കണ്ടെത്തുന്നതിൽ ഒരു വെല്ലുവിളിയായി അന്വേഷണ സംഘത്തിന് മുമ്പിലും പ്രതിസന്ധി തീർത്തിരിക്കുന്നത്. എന്തായാലും മിലിറ്ററി ഇൻ്റലിജൻസ് അടക്കം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കർശനമായ നടപടി മോഷ്ടാവിനെതിരെ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ നമുക്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരം. അതായത് ഈ ഉള്ളിലുള്ള ഒരാൾ അവിടുത്തെ ജീവനക്കാരനോ ആരെങ്കിലും ആയിരിക്കണം. ഈ 100 കിലോ എന്നൊക്കെ പറയുമ്പോൾ അത് സാധാരണ ഒരാൾക്ക് കടത്തിക്കൊണ്ടുപോകാം, വാഹന സഹായവും മറ്റും വേണ്ടി വരും. അങ്ങനെ നേരത്തെ ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു സംഗതിയാണ് എന്ന് തന്നെയാണോ ലഭ്യമാകുന്ന വിവരം? ഡാൻ, അത്തരത്തിലുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. കാരണം ഈ പരിപാടി നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയാവുന്നതാണ്. അതിൻ്റെ ഭാഗമായാണ് ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് മുഖേന ഈ DJ പാർട്ടി സംഘടിപ്പിക്കുന്നത്. അങ്ങനെ DJ പാർട്ടിയുടെ ഭാഗമായി അവിടെ എത്തിയ ആളുകൾ, ഇവൻ്റ് മാനേജ്മെൻറ്റിൻ്റെ ടീം അംഗങ്ങൾ, അവരിൽ നിന്നൊക്കെ നേരത്തെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം പൂജപ്പുര പോലീസ് അവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത ശേഷം അവരുടെ വിരലടയാളങ്ങൾ ശേഖരിച്ചത്. പക്ഷേ അത് മിസ്മാച്ച് ആകുകയായിരുന്നു. അങ്ങനെയാണ് അവരെ വിട്ടയക്കുകയും പിന്നീട് അന്വേഷണം ഈ ഓഫീസേഴ്സ് മെസ്സിൽ അന്നേ ദിവസം ഒത്തുകൂടിയ ജീവനക്കാരിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുകയും ചെയ്തത്. അതിൻ്റെ ഭാഗമായി അവരുടെ വിശദമായ മൊഴി ഓരോരുത്തരുടെയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ പരിശോധനകൾ ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നത്. ഈ പ്രവേശന കവാടത്തിലെ അടക്കം CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചു വരികയാണ്. അങ്ങനെ നടത്തുന്ന പരിശോധനയിലൂടെ ഇത് ആരാണ് കടത്തിക്കൊണ്ട് പോയത് എന്നതിലൊരു വ്യക്തത വരും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്.
ഇത് ഈ അകത്തുള്ള ആളുടെ സഹായത്തോടു കൂടി പുറത്തുനിന്ന് വന്ന ആരെങ്കിലും ഇത് സംഗതി എവിടെ തൊണ്ടി മുതൽ കസ്റ്റഡിയെടുക്കുകയും മറ്റും വേണമല്ലോ. അങ്ങനെയുള്ള അന്വേഷണവും പുറത്തേക്ക് കൂടി വ്യാപിക്കേണ്ടി വരും. ഇതെന്താണ് ചെയ്തതെന്ന കാര്യത്തിൽ ഒരു വിവരം ലഭ്യമാകേണ്ടി വരും. അത്തരത്തിൽ ഉള്ള അന്വേഷണത്തിലാണോ കൂടുതൽ എന്തെങ്കിലും പുതിയ പോലീസ് സംഘങ്ങളെ പ്രത്യേക സംഘത്തെ വല്ലതും നിയോഗിക്കാനുള്ള ആലോചനയുണ്ടോ? അത്രയും ഒരു സങ്കീർണതയിലേക്ക് പോകേണ്ട കാര്യമില്ല. അതിനു മുമ്പ് തന്നെ ഈ മോഷ്ടാവിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. കാരണം ഈ അവിടെ എത്തിയവരെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഒരുപക്ഷെ ഇത് മിലിറ്ററി ക്യാമ്പ് ആയിരുന്നതിനാൽ ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിച്ചുകൊണ്ടാണ് ഈ അന്വേഷണമൊക്കെ നടക്കുന്നത്. ഒരു മാധ്യമങ്ങളുടെ അക്കാര്യങ്ങൾ അവർ വെളിപ്പെടുത്താൻ തയ്യാറാകാതിരിക്കുന്നതാവും. അതിലെ FIR വിവരങ്ങൾ ചോർന്നത് തന്നെ വലിയ തരത്തിൽ മിലിറ്ററി ക്യാമ്പിലെ ഉദ്യോഗസ്ഥരെ അസ്വസ്ഥരാക്കിയിരുന്നു. കാരണം അതീവ രഹസ്യമായിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുകയും അതിൽ പൂജപ്പുര പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ഒക്കെ ചെയ്തത്. കാരണം മിലിറ്ററി ക്യാമ്പിൻ്റെ സൽപ്പേരിന് കളങ്കം ചാർത്തുന്ന ഒരു പ്രവൃത്തിയാണ് ഉണ്ടായതെന്ന വിലയിരുത്തലാണ് ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആഭ്യന്തര അന്വേഷണം മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ നേതൃത്വത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. വൈകാതെ തന്നെ ഈ മോഷ്ടാവ് ആരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് പോലീസും മിലിറ്ററി ഉദ്യോഗസ്ഥരുമുള്ളത്. എന്തായാലും പാങ്ങോട് ക്യാമ്പിനെ സംബന്ധിച്ച ഇത്തരം ഒരു പ്രവൃത്തി സമീപകാലത്ത് ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ജീവനക്കാർ ആരെങ്കിലുമാണ് കുറ്റക്കാരെങ്കിൽ മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. ശരി, ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു. ഏതായാലും പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ ആനക്കൊമ്പ് മോഷണത്തിൽ പ്രതി ക്യാമ്പിനുള്ളിൽ തന്നെ, കള്ളൻ ക്യാമ്പിൽ തന്നെ എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്, വിരലടയാളമടക്കം പരിശോധിക്കുന്നുണ്ട്. ഈ ക്യാമ്പിനുള്ളിലുള്ള ആളുടെ സഹായമില്ലാതെ ഈ 100 കിലോയോളം ഭാരമുള്ള ആനക്കൊമ്പ് കടത്താൻ സാധിക്കില്ല എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഈ തൊണ്ടി മുതൽ കണ്ടെടുക്കേണ്ടതുണ്ട്. ഇതെങ്ങോട്ടേക്ക് കൊണ്ടുപോയി എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണമുണ്ട്. ഏതായാലും ഗുരുതരമായ വീഴ്ചയാണ് അതീവ സുരക്ഷാ മേഖലയായ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിനുള്ളിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു. സ്പോട്ട് ലൈവ് ഇതോടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.